ഒന്നും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച്. അങ്ങനൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്തുകളയാൻ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാ. ഇതിന്റെ അപ്പുറത്തൊരു ചുക്കും ഇവിടെ സംഭവിക്കത്തില്ലെന്ന് മലയാളിക്ക് എന്ന് ബോധം വരുന്നു അന്ന് ഏറെക്കുറെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കുടിക്കാൻ കൊടുക്കുന്ന ഗവൺമെന്റ്, കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്ന സർക്കാർ, ഇങ്ങനെ നാടകമായിക്കൊണ്ടിരിക്കുന്ന ഉലകത്തിൽ ലഹരി എന്ന് പറയുന്ന ഈ ചെകുത്താനെ തുരത്തി ഓടിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയത്തില്ല. ഈ അടുത്ത ചില മാസങ്ങൾക്ക് മുമ്പ് ഭരണതലത്തിലിരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞു, അടുത്ത ആഴ്ച സന്ധ്യയ്ക്ക് കേരളത്തിലെ മലയാളികളെല്ലാം ലഹരിക്കെതിരായി ദീപം തെളിക്കണം. ഇത് കേട്ടപ്പോ സന്തോഷം തോന്നി. മന്ത്രിമാരായാൽ ഇങ്ങനെ വേണമെന്ന് തോന്നി. പക്ഷെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ മന്ത്രിയുടെ അടുത്ത പ്രസ്താവന, കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പുവരുത്തും. വല്ലതും മനസ്സിലായോ? ഇനി എവിടെങ്കിലും ബിവറേജ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരാന്ന്. ഇപ്പൊ 3 ആഴ്ച മുമ്പ് ലഹരിക്കെതിരെ ദീപം തെളിക്കാൻ പറഞ്ഞതും മന്ത്രി, 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ബിവറേജ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നതും മന്ത്രി. അപ്പൊ ഇങ്ങനെ ഇതിലും മികച്ച കോമഡി സ്വപ്നങ്ങളിൽ മാത്രം. അതുകൊണ്ട് പൊതുജനത്തെ വെറും കഴുതകളാക്കി മാറ്റിക്കൊണ്ട് കാലാകാലങ്ങളിൽ മാറി വരുന്ന ഭരണകൂട കോമരങ്ങളൊന്നും ഈ ചെകുത്താന്റെ പിടിയിൽ നിന്ന് ഭാവി തലമുറയെ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഈ തിന്മകളിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തങ്ങളോ ഒരു ഇന്റർനെറ്റോ സയൻസോ ടെക്നോളജിയോ ഒരു പുതിയ റോബോട്ടിനെയോ നാളിതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കും, പോലീസ് സംവിധാനമുണ്ട്, അവരോട് ചോദിക്കാം, സാർ താങ്കൾക്ക് രക്ഷിക്കാൻ കഴിയുമോ? ചോദിക്ക്. വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ, ഓർമ്മയില്ലേ? സൗമ്യ എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ നരാധമനായ ഒറ്റക്കയ്യൻ ഗോവിന്ദസ്വാമി കടിച്ചുകീറി റെയിൽവേ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത എല്ലാവരും ഓർത്തിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ പുറത്തെറിഞ്ഞു, അവനെ, ആ പെൺകുഞ്ഞിനെ കൊന്നുകളഞ്ഞു. എന്ത് സംഭവിച്ചു? ഒറ്റക്കയ്യനെ ജയിലിന്റെ അകത്തിട്ട് നല്ല ചപ്പാത്തിയും ഉണ്ടയും ഒക്കെ കൊടുത്ത് തടിച്ചു തിന്ന് കൊഴുത്ത് തടിച്ചുണ്ട് സിനിമാ നടനെ പോലെ അവൻ പുറത്തിറങ്ങി വന്നപ്പോൾ അവന് പീഡിപ്പിക്കാൻ ഒരു കൈ പോരെന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കൈയും കൂടെ വെച്ചുകൊടുക്കാൻ തയ്യാറായ സംഘടനകളുള്ള നാടാണ് സാർ കേരളം. അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ മനുഷ്യനെ നന്നാക്കുമെന്ന് പറഞ്ഞ് ചിരിപ്പിക്കരുത്. ഒരു